ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല നല്ല പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. നിങ്ങൾ പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് അയക്കുക. അതായത് പിൻകോഡും കോൺടാക്റ്റ് നമ്പറും ഉൾപ്പെടെയുള്ള അഡ്രസ്സ് നിങ്ങൾ അയക്കുക. അതുപോലെ പിൻകോഡ് അയക്കുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാൻസ് അയച്ച ശേഷം കൃത്യമായിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ മൺഡേ മുതൽ തേഴ്സ്ഡേ വരെയാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇനി ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ട്യൂസ്ഡേ മുതലായിരിക്കും പ്ലാൻസ് അയക്കുക. മൺഡേ കൊറിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് ട്യൂസ്ഡേ മുതൽ പ്ലാൻസ് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ജെയ്ഡ് വൈൻ ആണ്. ജെയ്ഡ് വൈൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ കളറും ഭംഗിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര തന്നെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ജെയ്ഡ് വൈൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പലരും ചോദിക്കാറുണ്ട്, ഇത് നമ്മുടെ നാട്ടിലൊക്കെ പൂക്കാറുണ്ടോയെന്ന്. ഇഷ്ടം പോലെ പൂക്കൾ തരും. വർഷത്തിലൊരു 2-3 തവണയൊക്കെ നിറയെ ചെടി നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അത്യാവശ്യം റേറ്റുള്ള മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ജെയ്ഡ് വൈൻ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് പ്ലാന്റ് പൂത്തതിൻ്റെ പിക്കും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മണ്ണ് അധികം കളയാതെ ആയിരിക്കും അയക്കുക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാങ്ങുക. ഇനി നമുക്ക് സെയിലിനുള്ളത് കുറച്ച് റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ആണ്. ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഇതാണ്. കുറച്ച് പഴയ ഒരു വെറൈറ്റി ആണെങ്കിലും ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ബിഗോണിയ പ്ലാന്റ്സിൻ്റെ എല്ലാം ഇലകളുടെ ആ ഒരു ഭംഗിയാണ് ഇപ്പോഴും ഈ ഒരു പ്ലാന്റിന് ഡിമാൻഡ് ഉണ്ടാക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി. ഒരു ഗ്രീനും അതുപോലെ ഒരു ബ്രൗൺ കളറോടൊക്കെ ചേർന്ന് ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. നല്ല വലുപ്പം വയ്ക്കുന്ന ഇലകളാണ്. ചില വെറൈറ്റീസൊക്കെ നമുക്ക് ഇലകൾക്ക് നല്ല വലുപ്പം ഉണ്ടാവും. ചിലതൊരു മിനിയേച്ചർ പോലെ ചെറിയ ലീഫോട് കൂടി നിൽക്കുന്ന ടൈപ്പും ഉണ്ടാവും. അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി വരുന്നത്. ഒരു സിൽവറും ബ്രൗണോടൊക്കെ ചേർന്ന് ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി. ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഇനിയും പ്ലാന്റ്സ് നമുക്ക് വന്നോളും. ഇതാണ് അടുത്ത ഒരു വെറൈറ്റി. നല്ലൊരു സിൽവർ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ്. ഇതെല്ലാം തന്നെ നമുക്ക് പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലീഫ് നല്ല വലുപ്പത്തിലേക്ക് മാറിക്കോളും. അതുപോലെ തന്നെ കഴിവതും ബിഗോണിയ പ്ലാന്റ്സ് മണലിൽ നടുകയാണെങ്കിൽ നന്നായിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മണൽ കിട്ടുകയാണെങ്കിൽ നല്ല മണലിൽ നടുന്നത് നന്നായിരിക്കും. ഇതാണ് അടുത്ത വെറൈറ്റി. ഇത് കുറച്ച് പഴയ ഒരു വെറൈറ്റിയാണ്. ഇതും ലീഫ് നല്ല വലുപ്പം വയ്ക്കുന്ന ടൈപ്പ് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സ് ആണുള്ളത്. 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് ഇനിയുള്ളത് എപ്പീസിയ വെറൈറ്റീസ് ആണ്. എപ്പീസിയ പ്ലാന്റ്സിൽ ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഈ ഒരു യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന ഗ്രീൻ ലീഫിൽ വരുന്ന എപ്പീസിയ പ്ലാന്റ് ആണ്. എല്ലാം ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടും. നമ്മളല്ലാതെ മണ്ണിൽ നിന്ന് വേർപെടുത്തി അയച്ചു കഴിഞ്ഞാൽ എപ്പീസിയ പ്ലാന്റ്സ് ഒക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. എല്ലാം ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു സിൽവറും അതുപോലെ ഒരു പിങ്ക് കളറൂടൊക്കെ ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഫ്ലവർ വരിക നല്ല ഒരു ഡാർക്ക് റെഡ് കളറിലുള്ള പൂക്കളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് എപ്പീസിയ പ്ലാന്റ്സ്. ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി. ഇതിന് റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്തത് മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ബേണിംഗ് എംപറർ ആണ്. നല്ല പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു ചോക്ലേറ്റ് കളർ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും ലീഫ് നല്ലൊരു ചോക്ലേറ്റ് കളറായിരിക്കും. പക്ഷേ പൂക്കൾ വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ കളറാണ്.
സൗമി വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എപ്പീസിയ പ്ലാന്റ്സിന് നല്ല ഡിമാൻഡുള്ള സമയത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു സൗമി. ഇതാണ് സൗമിയുടെ പ്ലാന്റ് സൈസ് വരിക. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണേ. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഈ ഒരു ഗ്രീനും അതുപോലെ ഒരു ബ്രൗൺ കളറോടൊക്കെ ലീഫിൽ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി. ഇതിൽ ഫ്ലവർ വരിക ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ ഒരു വെറൈറ്റി 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് വേരിഗേറ്റഡ് ഗന്ധരാജൻ്റെ പ്ലാന്റ്സ് ആണ്. നോർമൽ ഗന്ധരാജൻ പോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ്, നല്ല വൈറ്റ് കളറിൽ. അതോടൊപ്പം ഈ ഒരു വേരിഗേഷനും കൂടെ ലീഫിൽ വരുമ്പോൾ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ഈ ഒരു പ്ലാന്റ് സീസണൽ അല്ല, എല്ലാ സമയത്തും പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് അസീലിയ പ്ലാന്റ് ആണ്. അസീലിയയുടെ ഈ ഒരു കളറാണ് നമുക്ക് സെയിലിനുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അസീലിയ പ്ലാന്റ്. അസീലിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. നല്ല വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ചില പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ മുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് റോസിഡ പ്ലാന്റ്സ് ആണ്. റോസിഡയുടെ ഈ ഒരു യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. റോസിഡ പ്ലാന്റ്സ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ചെടി നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് റോസിഡ. അപ്പോൾ ഇതിൻ്റെ 2 കളറ് നമുക്ക് സെയിലിനുണ്ട്. ആദ്യത്തെ കളർ വരുന്നത് യെല്ലോ ആണ്. ഇതാണ് യെല്ലോ കളറിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. രണ്ടാമത്തെ കളർ വരുന്നത് റെഡ് ആണ്. നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ 2 കളേഴ്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. വൈറ്റും അതുപോലെ തന്നെ പിങ്കും ഒക്കെ നമുക്ക് ഉടനെ തന്നെ സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈനീസ് വയലറ്റിൻ്റെ വേരിഗേറ്റഡ് ആണ്. ചൈനീസ് വയലറ്റിൻ്റെ പോലെ തന്നെ ഒരു ലൈറ്റ് വയലറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരിക. പക്ഷേ ലീഫ് നല്ല ഭംഗിയാണ്. വേരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ലീഫാണ്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് എലിയോകാർപ്പസ് ആണ്. നമ്മുടെ ജിമിക്കി കമലിൻ്റെ പ്ലാന്റ്സ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കൾ കഴിഞ്ഞതുപോലെ കായകളായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ജക്രാന്തയാണ്. ജക്രാന്തയുടെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ചെറിയ ചെറിയ ലീഫായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് കാണാൻ തന്നെ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ഈ കാണുന്ന ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന ഇതുപോലെ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. മുൻപ് നമുക്ക് ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരുന്നു എത്തിയിരുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്. ഈ കാണുന്ന സൈസ് ആയിരിക്കും. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് റോസ്മേരി ആണ്. റോസ്മേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് എത്തിയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹൈഡ്രേഞ്ചിയയുടെ ഈ ഒരു പിങ്ക് കളറിൽ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 75 രൂപയാണ് റേറ്റ് വരുന്നത്. ഇന്ന് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ഇത്രയുമാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ
വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. മിക്ക പ്ലാൻസും നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാൻസ് സെയിലിനായിട്ട് എത്താനുണ്ട്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്നും വീഡിയോസൊക്കെ കാണുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാം മുടങ്ങാതെ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.